iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചോദ്യം കൊണ്ടാണ് നിർത്തിയത്. ലോജിക്കൽ റീസണിങ്ങിൽ വരുന്ന സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്നുള്ള ചോദ്യമാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. ലോജിക്കലി നമുക്ക് എങ്ങനെ അത് ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും 4 പ്രപ്പോസിഷനാണ്. എ ഇ ഐ ഒ എന്ന് പറയുന്ന 4 പ്രപ്പോസിഷനാണ്. ഓരോ പ്രപ്പോസിഷനിലും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നു, എങ്ങനെ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നു എന്ന് പറയുന്ന രീതിയാണ് നമ്മൾ ലോജിക്കലി നമ്മൾ പറഞ്ഞത്. ഓൾ എസ് ആർ പി, എല്ലാ എസും ഓൾ എസ് എന്ന് പറയുമ്പോൾ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ആർ പി കുറച്ച് പീനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഓൾ എസ് ആർ പിനെ നമുക്കൊരിക്കലും ഓൾ പി ആർ എസ് നമുക്ക് പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് സബ്ജക്ട് ടേമായ എസ് ഡിസ്ട്രിബ്യൂട്ടഡും പ്രെഡിക്കേറ്റ് ടേമായ പി അൺഡിസ്ട്രിബ്യൂട്ടഡുമാണ്. നോ എസ് ആർ പി, ഒരു എസ് പോലും എസിനെ മുഴുവനായിട്ട് പറഞ്ഞിരിക്കുന്ന കാരണം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നോ എസ് ആർ പി, പിയും അല്ല, പിനെ മുഴുവനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോ എസ് ആർ പിനെ നമുക്ക് നോ പി ആർ എസ് എന്നും പറയാം. അതുകൊണ്ട് തന്നെ രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി സം എസ് ആർ പിനെ സം പി ആർ എസ് എന്നും പറയാം. ചില എസ് ചില പി ആണ് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ചിലതിനെ പറ്റി മാത്രമാണ് പറയുന്നത്. ചില എസ്, എല്ലാ എസും അല്ല, ചില എസ്. അപ്പം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ് സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ് സം എസ് ആർ പിനെ സം പി ആർ എസ് എന്നും പറയാവുന്നത് കൊണ്ട് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അൺഡിസ്ട്രിബ്യൂട്ടഡ്. സം എസ് ആർ നോട്ട് പി, സം എസ് അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ആർ നോട്ട് പി, പി എ അല്ല, പിനെ മുഴുവനായിട്ടാണ് പറയുന്നത്. അത് കുറച്ച് ട്രിക്കിയാണ്, സംശയം തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ സം എസ് എന്ന് പറയുന്നത് അൺഡിസ്ട്രിബ്യൂട്ടഡും ആർ നോട്ട് പി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അല്ലെങ്കിൽ കാണാതെ പഠിക്കുക. എ പ്രപ്പോസിഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, ഇ പ്രപ്പോസിഷൻ ഡിസ്ട്രിബ്യൂട്ടഡ്, ഐ പ്രപ്പോസിഷൻ അൺഡിസ്ട്രിബ്യൂട്ടഡ്, ഒ പ്രപ്പോസിഷൻ ഡിസ്ട്രിബ്യൂട്ടഡ്. ഇത് കാണാതെ പഠിച്ചാൽ മതി. അപ്പോൾ നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റും. ശരി ഉത്തരം A3B1C4D2 ആണ്. A3 distribute only subject term. E proposition distribute both subject and predicate term. C distribute neither nor subject or predicate term. O proposition distribute only predicate term. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്നാണ് എ പ്രപ്പോസിഷനെ പറയുന്നത്. ഓൾ എസ് ആർ പി യൂണിവേഴ്സൽ, എല്ലാ എസിനെയും ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാ എസിനെയും. പി അഫർമേറ്റീവ് ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. യൂണിവേഴ്സൽ നെഗറ്റീവ് എന്നാണ് ഈ പ്രപ്പോസിഷനെ. നോ എസ് ഈസ് പി, നോ എസ്, ഒരു എസ് പോലും എസിനെ മുഴുവനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സൽ. നെഗറ്റീവ് കാരണം എന്താ, നോ വരുന്നു. പർട്ടിക്കുലർ അഫർമേറ്റീവ്, പർട്ടിക്കുലർ. സം എസ് ചില കാര്യങ്ങളെ മാത്രമാണ് പറയുന്നത്, പർട്ടിക്കുലർ ആയിട്ടാണ് പറയുന്നത്. ഇസ് പി അഫർമേറ്റീവ് ആണ്, പോസിറ്റീവാണ്. പർട്ടിക്കുലർ നെഗറ്റീവ് ഓ പ്രപ്പോസിഷൻ. സം എസ് പർട്ടിക്കുലർ ആണ്, നോട്ട്, അതുകൊണ്ട് നെഗറ്റീവായി. ഇവിടെ എക്സ്പ്ലനേഷൻ കണ്ടോ. പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ദിസ് ഈസ് എ ട്രിക്കി വൺ. എസ് ഈസ് നോട്ട് പി, സം എസ് ഈസ് നോട്ട് പി എന്ന് പറയുന്ന സം എസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് നമുക്കറിയാം. ഈസ് നോട്ട് പി അതൊരു ട്രിക്കിയാണ്. യു മസ്റ്റ് എക്സ്ക്ലൂഡ് എസ് ഫ്രം ദ എൻറ്റയർ കാറ്റഗറി ഓഫ് പി. അതുകൊണ്ടാണ് അവിടെ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയത്. ഓക്കെ, അടുത്തൊരു ചോദ്യം ICT നിന്ന് വരുന്ന ചോദ്യമാണ്. ICT നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ എളുപ്പമാണ്, പഠിക്കണം. പഠിച്ചാൽ മാത്രമേ അത് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ എ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രോസസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് നോക്കിയേ. ഡിജിറ്റ്, ബൈറ്റ്, നിബിൾ, ബിറ്റ്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ എ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രോസസ് ഏതാ? ഡിജിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിജിറ്റ്സ് 1 2 3 4 അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ICTയിലെ ഡിജിറ്റ്സ് 0യും 1ഉം ആണ്. അപ്പം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് 0യും 1ഉം ഉൾപ്പെടുന്ന ബൈനറി നമ്പർ സിസ്റ്റത്തിനാണ്. ബൈനറി നമ്പർ സിസ്റ്റം നമുക്കറിയാം, 0യും 1ഉം മാത്രമേ അതിനകത്തുള്ളൂ. ബൈനറി നമ്പർ സിസ്റ്റം 0 1 ആണ് ICTയുടെ മെഷീൻ ലാംഗ്വേജ്. ഇതിൽ ബൈറ്റും നിബിളും ബിറ്റിലും ഏറ്റവും യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ ഏതിലാണെന്ന ചോദ്യം. ബിറ്റ്, എത്ര ബിറ്റാണ് ഒരു ബൈറ്റ്, എത്ര ബിറ്റാണ് ഒരു നിബിള്? ബിറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റാണ് ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ബിറ്റാണ്. ബിറ്റ് 8 ബിറ്റാണ് ഒരു ബൈറ്റ്.
8 ബിറ്റാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിബിൾ എന്താണ്? സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡേറ്റ എ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രോസസ് ഈസ് എ ബിറ്റ്, ഷോർട്ട് ഫോർ ബൈനറി ഡിജിറ്റ്. A bit represents a single logical state which is either 0 or 1, forming the foundation of all digital computing. These bits are combined into larger units like bytes. 8 ബിറ്റ് ആണ് ഒരു ബൈറ്റ്, 4 ബിറ്റ് ആണ് ഒരു നിബിൾ. നോട്ട് ചെയ്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 8 ബിറ്റ് ആണ് ഒരു ബൈറ്റ്, 4 ബിറ്റ് ആണ് ഒരു നിബിൾ ടു റെപ്രസെന്റ് കോംപ്ലക്സ് ഡേറ്റ. അടുത്തത് റിസർച്ചിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങളാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. അത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ, അതായത് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും സാമ്പിൾ ഒക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ഇടയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം, അതായത് ലോജിക്ക് അറിഞ്ഞില്ലേ പോലും നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. ഇങ്ങനെ 2 സംഖ്യകൾ തന്നിട്ട് ഇതിനെ ക്രോണോളജിക്കലി റീഅറേഞ്ച് ചെയ്യാനായിരിക്കും ചോദ്യങ്ങൾ വരിക. ഇതിനകത്ത് ഇപ്പം അറേഞ്ച് ദ ഫോളോയിങ് പെയർസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സിമ്പൽ കണ്ടല്ലോ. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് തന്നിട്ടുണ്ട് പെർട്ടൈനിങ് ടു ഡിഫറെൻറ്റ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ സ്റ്റാൻഡേർഡ് എറർ. 2 നമ്പർ തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻ ഉണ്ട്. ഇതിനെ ക്രോണോളജിക്കലി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓപ്ഷനിൽ 2 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഒന്നെങ്കിൽ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാനേ ആവുള്ളൂ ഭൂരിഭാഗം കേസിലും. ഞാൻ പറയുന്നത് ലോജിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്നെങ്കിൽ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവൈഡ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഉത്തരം കണ്ടെത്തി അത് ക്രോണോളജി ആക്കാനുള്ള ചോദ്യങ്ങളായത്. റിസർച്ചിൽ കുറച്ചുകൂടി ഉള്ളി എന്നുള്ള ചോദ്യങ്ങളാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ കുറച്ച് ഉള്ളി എന്നുള്ള ചോദ്യങ്ങളാണിത്. അപ്പം എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? എയിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Arrange the following pairs of standard deviation and total number of samples pertaining to different sampling distributions in the decreasing order of their standard error. ഇതിൻ്റെ ഇക്വേഷൻ 1.6 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ √n ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോഴാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. അങ്ങനെ എല്ലാ ഓപ്ഷനിലും ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്ത് അത് കിട്ടിയതിന് ശേഷം അതിനെ ക്രോണോളജിക്കലി റീഅറേഞ്ച് ചെയ്താൽ മതി. ബിയിൽ സിയിൽ ഡിയിൽ എല്ലാത്തിനും റൂട്ടുണ്ട്. റൂട്ട് 16 4 ആണ്, റൂട്ട് 25 5 ആണ്, റൂട്ട് 36 6 ആണ്, റൂട്ട് 49 7 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 1.6 by 4, 1.5 by 5, 0.6 by 6, 1.4 by 7. ഡിക്രീസിങ് ഓർഡർ ഓഫ് ദർ സ്റ്റാൻഡേർഡ് എറർ ചോദിച്ചിരിക്കുന്നത്. ഡിക്രീസ് ചെയ്ത് പോകണം. വലിയ സംഖ്യ ആദ്യം വരണം അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. 1.6ൻ്റെ വാല്യൂ എത്രയാ? പോയിന്റ് പോകാനായിട്ട് വേണം 2 കൊണ്ട് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ 16 4 4 0.4, 0.3, 0.1, 0.2. അപ്പോൾ എങ്ങനെയാ? എ, ബി, ഡി,
സി ആണോ നോക്കാം. ABDC ഉണ്ട്, ABDC തന്നെ ഉത്തരം. അപ്പോൾ ഇങ്ങനെ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള യൂസേജ് അറിയില്ല, ഇതിനകത്ത് യാതൊരു നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രൈ കൊടുക്കണം. ചിലപ്പോൾ ഇവിടെ ഇപ്പോൾ റൂട്ട് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് 16, 25, 36, 49. ചിലപ്പോൾ ഇവിടെ റൂട്ടുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ n × 100 ഇങ്ങനെ ചെയ്ത് നോക്കണം. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിരിക്കും ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ റൂട്ടുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റാത്ത നമ്പരങ്ങളാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതും ഇതും എടുത്ത് ഡിവൈഡ് ചെയ്തിട്ട് × 100 ആയിരിക്കും, അല്ലെങ്കിൽ ഇതും ഇതും എടുത്ത് റൂട്ട് കണ്ടാൽ മതിയാവും. ഇതിൻ്റെ വാല്യൂ ഏത് രീതിയിൽ കാണണം, ലോജിക്കലി എങ്ങനെ കാണണം? ഒരിക്കലും 16/1.6 അങ്ങനെ വരില്ല, 16/1.6, 25/1.5 അങ്ങനെ വരില്ല, അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കുക. അത് നമുക്ക് നമ്മുടെ MGRFലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുപോലെ ഉണ്ട്. അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ട് ലോജിക്കലി എങ്ങനെയാണിത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഈ ചോദ്യം. ഇതുപോലത്തെ ചോദ്യങ്ങൾ ഒരെണ്ണമൊക്കെ ചോദിക്കാറുണ്ട് ചില സെറ്റുകളിൽ. അപ്പോൾ ആ ഒരു ചോദ്യം നമുക്ക് ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് അല്ലേ, നമുക്ക് മുന്നിൽ പോകാൻ പറ്റില്ലേ? അപ്പം അങ്ങനത്തുള്ള ചോദ്യങ്ങളൊന്നും വിട്ട് കളയരുത്. ഒന്നും അറിയില്ലേ പോലും ഒന്ന് ശ്രമിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിവൈഡ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. അടുത്ത ചോദ്യം. Given below are two statements. One is labeled as assertion reasoning. National Education Policy 2020 visualized research intensive universities. National Education Policy 2020 envisioned a university as a place which lays equal emphasis on teaching and research. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്ന് ചില സെറ്റുകളിൽ 3ഉം 4ഉം ചോദ്യങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട്. 3 ചോദ്യങ്ങൾ മാക്സിമം പല സെറ്റുകളിലും കഴിഞ്ഞ സൈക്കിളിൽ ഡിസംബർ 2025 പല സൈക്കിളിലും NEP ആയിട്ട് റിലേറ്റഡ് ഉള്ള 3 ചോദ്യങ്ങൾ വരെ പല സൈക്കിളുകളിലെ പേപ്പർ 1 ടെസ്റ്റിലും ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അതായത് ഹയർ എഡ്യൂക്കേഷനിൽ 5 ചോദ്യമാണ് മാക്സിമം ചോദിക്കാൻ സാധ്യത, അതിൽ 3ഉം 4ഉം NEP ചോദിച്ചുവെങ്കിൽ അത്രമാത്രം പ്രാധാന്യമുണ്ട് NEPക്ക് എന്നുള്ളതാണ്. NEP പഠിക്കാനായിട്ട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. NEPയുടെ ഒരു ഡോക്യുമെൻ്റ് അവൈലബിൾ ആണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ സൈറ്റിൽ, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ. ഇപ്പം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനായി, അതിൻ്റെ സൈറ്റിൽ NEPയുടെ ഡോക്യുമെൻ്റ് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ പറയുന്ന ഓരോ എയിംസും ഓരോ ഗോൾസും മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. അതായത് അതിനകത്ത് പറയുന്നുണ്ട് 2025 ആകുമ്പോഴത്തേക്കും എന്താണ് NEP ഉദ്ദേശിക്കുന്നത്, അടിസ്ഥാന സംഖ്യാസാക്ഷരത വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് പ്രീ സ്കൂളുകളിൽ അറ്റൈൻ ചെയ്യാനായിട്ടാണ് NEP ഉപയോഗിക്കുന്നത്. ബേസിക് ന്യൂമറസി ആൻഡ് ലിറ്ററസി 2025 പ്രീ സ്കൂളുകളിൽ. ഇപ്പം ഇങ്ങനെയുള്ള എയിംസ് ഉണ്ട് അതിനകത്ത് 2025 2030 മറ്റു പല എയിമുകളും ഉണ്ട്. 2035 NEPക്ക് വേറെ കുറേ എയിമുകളുണ്ട്, പറഞ്ഞാൽ തീരില്ല, കുറേ എയിമുകളുണ്ട്. അതുകൊണ്ടാണ് മുഴുവൻ പറയാത്തത്. 2040 ആകുമ്പോഴത്തേക്കും മറ്റ് എയിമുകളാണ് മൾട്ടി ഡിസിപ്ലിനറി ആക്കുക യൂണിവേഴ്സിറ്റീസ് എല്ലാം. അതായത് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരു യൂണിവേഴ്സിറ്റിയിൽ, ലോയും എൻജിനീയറിങ്ങും മെഡിസിനും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി എല്ലാം ആക്കുക. മൾട്ടി ഡിസിപ്ലിനറി മെറു ഒക്കെ NEPയുടെ കോൺട്രിബ്യൂഷനാണ്. 2040 വരെ ഉള്ള എയിംസ് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കുണ്ട്. അത് ഓരോന്നും അവിടെ മെൻഷൻഡ് ആണ്. പ്രൈമറി എഡ്യൂക്കേഷനിൽ, സെക്കൻഡറി എഡ്യൂക്കേഷനിൽ, ഹയർ എഡ്യൂക്കേഷനിൽ തരം തിരിച്ച് NEPയുടെ ഡോക്യുമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് അത് അണ്ടർലൈൻ ചെയ്ത് വെച്ച് റിവൈസ് ചെയ്ത് വെച്ച് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ NEP 2020 വിഷ്വലൈസ് റിസർച്ച് ഇൻറ്റൻസീവ് യൂണിവേഴ്സിറ്റീസ്. ശരിയാണ്, റിസർച്ച് ഇൻറ്റൻസീവ്, റിസർച്ചിന് കൂടുതൽ പരിഗണന കൊടുക്കണമെന്ന് തന്നെയാണ് NEP പറയുന്നത്. റിസർച്ചിന് വേണ്ടി നീക്കി വയ്ക്കുന്ന GDPയുടെ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ GDPയുടെ റിസർച്ചിന് വേണ്ടി ഇന്ത്യയിൽ നീക്കി വയ്ക്കുന്നുള്ളൂ. എന്നാൽ യൂറോപ്പിലും മറ്റ് US-ലും ഒക്കെ GDPയുടെ നല്ലൊരു ഭാഗം, അതായത് ഇന്ത്യയിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ഇരട്ടി റിസർച്ചിന് വേണ്ടിയിട്ട് നീക്കി വയ്ക്കുന്നുണ്ട്. ചൈനയിലും ജപ്പാനിലും ഒക്കെ, അതുകൊണ്ട് തന്നെ ജർമ്മനിയിലും ഒക്കെ. അതുകൊണ്ട് തന്നെ അവിടെ റിസർച്ച് കൂടുതലാണ്, കണ്ടുപിടുത്തങ്ങൾ, ഇന്നോവേഷൻസ് കൂടുതലാണ്.
ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ റിസർച്ചിന് കൂടുതൽ പ്രാധാന്യം വിദ്യാഭ്യാസത്തിൽ കൊടുക്കണമെന്നാണ് NEP 2020 പറയുന്നത്. NEP 2020 envisioned university as a place which lays the equal emphasis on ടീച്ചിങ് ആൻഡ് റിസർച്ച്. ടീച്ചിങ് ആൻഡ് റിസർച്ചിന് ഓൾറെഡി പ്രാധാന്യമുണ്ട്, ടീച്ചിങ്ങിനും പ്രാധാന്യമുണ്ട്. ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം? പ്രൊഫഷണൽ, കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, CPD. ഒരു ഡിഗ്രി അറ്റൻഡ് ചെയ്ത് PGക്ക് പോയി, UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത്, PSCയോ ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സായി ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ച് ടീച്ചറായി പിന്നെ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള കോൺസെപ്റ്റിൽ ഇരുന്നാൽ മതിയോ? പോരാ എന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, നിരന്തരമായിട്ട് പ്രൊഫഷണലി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണം ടീച്ചർ. നല്ല മൂല്യങ്ങളുള്ള ടീച്ചറായിരിക്കണം. നിരന്തരമായിട്ട് അവരുടെ ഡെവലപ്മെൻറ്റ്, അവരുടെ വാല്യൂസ്, അവരുടെ മൊറാലിറ്റി, അവരുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഇമ്പ്രൂവ് ആവണം എന്ന് പറയുന്നതാണ് NEP 2020. കാരണം ആ ഒരു ഡിസഡ്വാൻറ്റേജ് മതി കുട്ടികളിലേക്ക് അത് പ്രതിഫലിക്കാൻ പാടില്ല ടീച്ചേഴ്സിൻ്റെ യാതൊരു വിധത്തിലുള്ള മിസ്ബിഹേവിയേഴ്സും എന്ന് പറയുന്നത്. അതുകൊണ്ട് ടീച്ചിങ്ങിനും റിസർച്ചിനും NEP പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സോ A and R are true. R is the correct explanation of A എന്നുള്ളതാണ് ഉത്തരം. NEPയെ പറ്റി കുറച്ച് ഡിഫൈൻ ചെയ്യണം. NEP 2020 aims to transform India's fragmented higher education landscape into a vibrant ecosystem of large multidisciplinary universities and colleges by 2040. കണ്ടോ, മൾട്ടിഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ആക്കുക 2040 കൂടി ഒരു എയിമാണ്. Central pillar of this transformation is the restructuring of higher education institutions into 3 categories with a specific focus on research-intensive universities, place equal emphasis on teaching and research. Higher education institutions as vibrant, multidisciplinary space that balance high-quality teaching with robust research, breaking the traditional silos that separated these two functions. Engineering college, medical college, agricultural university, അങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് ഓരോന്നിനും ഓരോരോ യൂണിവേഴ്സിറ്റികളായിട്ട് അറിയപ്പെടുന്ന, അത് മാറി മൾട്ടി ഡിസിപ്ലിനറി ആക്കണം എന്ന് പറയുന്ന പോളിസിയാണ് NEP. യൂണിവേഴ്സിറ്റി ഔട്ട്സ്റ്റാൻഡിങ് റിസർച്ച് ഇസ് എ കോ റിക്വസൈറ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എഡ്യൂക്കേഷൻ. ഔട്ട്സ്റ്റാൻഡിങ് റിസർച്ച് ഉണ്ടാവണം. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, JRF ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു തീസിസ് അല്ലെങ്കിൽ ഒരു അറിവ് സമൂഹത്തിലേക്ക്, ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കണം ഒരു JRF ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ട് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന, ഒരു റിസർച്ച് നടത്തുന്ന ഒരു കുട്ടി അവസാനം അതിലേക്ക് എത്തിച്ചേരണം. അതായത് ഒരു പ്രശ്നപരിഹാരമായിരിക്കണം. സമൂഹത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ളൊരു സൊല്യൂഷൻ ആയിരിക്കണം ഒരു കുട്ടി കണ്ടെത്തേണ്ടത്. അപ്പോഴാണ് അത് വാല്യുബിൾ ആവുന്നത്, അത് മഹത്തരമാവുന്നത്, അതൊരു സിറ്റിസൺ സെൻട്രിക് ആവുന്നത്. ഒരു പൗരൻ എന്ന നിലയിൽ അപ്പോഴാണ് ഒരു അഭിമാനം തോന്നുന്നത്. അല്ലാതെ JRF ക്വാളിഫൈ ചെയ്തുകൊണ്ടോ ഒന്നും അവസാനിക്കുന്നില്ല. JRF ക്വാളിഫൈ ചെയ്ത് നല്ല റിസർച്ച് കണ്ടെത്തി സമൂഹത്തിന്, കാരണം ടാക്സ് പേയേഴ്സ് മണിയാണ് നമുക്ക് JRFൽ കിട്ടുന്നത്, JRFൻ്റെ സ്റ്റൈപ്പൻഡായിട്ട് കിട്ടുന്നത്. 35,000 30,000 വെച്ച് 3 മാസം 1,00,000 അടുത്ത് വരെ കിട്ടുമല്ലേ 3 മാസം കൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ കിട്ടുന്നത് ടാക്സ് പേയേഴ്സ് മണിയാണ്. സോ വി ആർ കമ്മിറ്റഡ് ടു ദ സൊസൈറ്റി. We want to do good something to our people. We want to find solutions for the problems in the society. അപ്പം അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാ ആസ്പിരൻസിൻ്റെ ഭാഗത്തും ഇപ്പോഴേ ഉണ്ടാവണം. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സംശുദ്ധത. ഓക്കെ, അപ്പം അതും ഒരു കാരണമാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ക്വാണ്ടിറ്റി, അതായത് റിസർച്ചിൻ്റെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളൊരു പരാതിയുണ്ട്. ചില ആർട്ടിക്കിൾസിലൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം, ലോട്ട് ഓഫ് ക്വാണ്ടിറ്റി ഈസ് ദെയർ ഇൻ റിസർച്ച് കണ്ടക്ടഡ് ഇൻ ഇന്ത്യ, ബട്ട് ക്വാളിറ്റി ഓഫ് റിസർച്ച് കണ്ടക്ടഡ് ഇൻ ഇന്ത്യ ഈസ് ലോ. റിസർച്ചിൻ്റെ ക്വാളിറ്റി കുറവാണ്. കാരണം പ്ലാഗറിസവും മറ്റ് ഇമ്മോറലായിട്ടുള്ള മറ്റ് ഇല്ലീഗലായിട്ടുള്ള പ്രാക്ടീസസും ഒക്കെ കാൻഡിഡേറ്റ്സ് റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്വാളിറ്റി കുറവാണ്. ക്വാണ്ടിറ്റി ഉണ്ട്, ഒരുപാട് റിസർച്ച് ഫെലോസ് ഉണ്ട്, ഒരുപാട് റിസർച്ച് പബ്ലിക്കേഷൻസ് ഉണ്ട്, റിസർച്ച് തീസിസ് ഒക്കെ ഉണ്ട്, പക്ഷേ ക്വാളിറ്റി കുറവാണെന്നുള്ളൊരു പരാതിയുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ദേ ഓൾവേസ് ട്രൈ ടു ഫൈൻഡ് ഷോർട്ട് കട്ട്സ്. മെറൂനെ പറ്റി NEPയിൽ പറയുന്നുണ്ട്. വിശദമായിട്ടൊന്ന് പോയി നോക്കണേ NEPയിലെ ഡോക്യുമെന്റിൽ മെറൂനെ പറ്റി എന്താ പറയുന്നതെന്ന്. NEP recommends establishing MERUs, which will be models of multidisciplinary education at par with IITs and IIM.
IITസിലൊക്കെ ഇപ്പം ലോ കോളേജസും ലോ പ്രൊവൈഡ് ചെയ്യുന്ന IITs ഒക്കെ ഉണ്ട്. ഖരഗ്പൂരിലൊക്കെ LLM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോ IIT ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണല്ലോ. BTechഉം MTechഉം ഒക്കെ പഠിക്കാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഇപ്പം ലോയും പ്രൊവൈഡ് ചെയ്യുന്നു. അതൊരു ഫർദർ സ്റ്റെപ്പാണ് ഇതിലേക്കുള്ള, ഏത് മൾട്ടി ഡിസിപ്ലിനറിയിലേക്കുള്ള. അതുപോലെ തന്നെ IIM ഹൈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് നമ്മുടെ രാജ്യത്തെ. അപ്പോൾ അവിടേക്ക് പല പല സബ്ജക്റ്റുകളുള്ളവർക്കും പോയിട്ട് പഠിക്കാനായിട്ടുള്ള അവസരം കൂടെ കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ്. അതുപോലെ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, NEPയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് NRF, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, ടു സപ്പോർട്ട് ദിസ് policy mandate, setting up the NRF to fund, facilitate and catalyze quality research across all disciplines including science, social science, arts and humanities. അതുപോലെ ഒരു ഗോൾ നോക്കിയേ, 2030 കൂടി the aim is to have at least one large multidisciplinary higher education in or near every district to enhance research capability. കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് വൺ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്കിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും വേണം 2030 കൂടി എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ് 2035 40 പോകുമ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസും മൾട്ടി ഡിസിപ്ലിനറി ആക്കണം എന്നുള്ള ഗോളുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാനിങ് ആണ്, അല്ലേ? അറ്റ് എ ടൈം വൺ സ്റ്റെപ്പ്. ഐഡന്റിഫൈ ദ അഡ്വാൻറ്റേജ് ഓഫ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, ഇൻ സർവേ റിസർച്ച്. ക്ലോസ്ഡ് എൻഡഡ്, ഓപ്പൺ എൻഡഡ്. എന്താണ് സർവേ റിസർച്ചിൽ ക്ലോസ്ഡ് എൻഡഡും ഓപ്പൺ എൻഡഡും? ക്ലോസ്ഡ് എൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ ടു റൈറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. വി ഹാവ് ദ ആൻസേഴ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻസ്, 4 ഓപ്ഷൻസ് ആർ ദെയർ, വി വാണ്ട് ടു ചൂസ് വൺ. അപ്പം 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിൽ ഇറ്റ് ഈസ് ഈസി ടു പ്രോസസ് ആൻസേഴ്സ്. Respondents can answer in their own terms. They are easy for the respondents to complete. They allow unusual responses to be derived. ഇതിനകത്ത് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഏതാണ്? AB, AC, ABC, PCD. It is easy to process answers. നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് കുറിച്ച് ആലോചിക്കുമ്പം MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. നെറ്റ് പരീക്ഷയ്ക്ക് MCQ ടൈപ്പാണ് ചോദ്യം. PSC പരീക്ഷകളിലൊക്കെ MCQ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ക്ലോസ്ഡ് എൻഡഡ് ആണ്. ഇറ്റ് ഈസ് ഈസി ടു പ്രോസസ് ആൻസേഴ്സ്. MCQ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം, അല്ലേ, അതിനെ ആൻസേഴ്സായിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. MCQ കോഡ് റീഡറിൽ ഇട്ടാൽ മതി, അല്ലേ? അപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരം ശരിയാണോ, എത്ര എണ്ണം ശരിയാക്കി, എവിടെയൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് മാർക്ക്, എവിടെയൊക്കെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് സ്കോർ ചെയ്തതെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. It is easy to process answers, closed-ended question. Respondents can answer in their own terms. പറ്റുമോ? നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് MCQയിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ? നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുമോ? ഇന്ന കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്നതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറ്റുമോ? ഇല്ല. They are easy for the respondents to complete. Respondents കംപ്ലീറ്റ് ചെയ്യാൻ ഈസി അല്ലേ? They allow unusual responses to be derived. അൺയൂഷ്വൽ ആയിട്ടുള്ള റെസ്പോൺസസ് വരുമോ? ഇല്ല. 4 ഓപ്ഷനേ ഉള്ളൂ, 4 ഏതെങ്കിലും ഒരെണ്ണം കുത്താൻ, അത്രേ ഉള്ളൂ. അപ്പോൾ അൺയൂഷ്വൽ ആയിട്ടുള്ള റെസ്പോൺസ് വരില്ല. എയും സിയും ശരിയാണോ നോക്കാം. A and C ആണ് കറക്റ്റ്. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് മാനറിൽ എഴുതുക. അൺയൂഷ്വൽ ആയിട്ടുള്ള റെസ്പോൺസസ് വരും. റെസ്പോണ്ടൻസ് ക്യാൻ റൈറ്റ് ഇൻ ദെയർ ഓൺ ടേംസ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാൻ പറ്റും. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം MCQ ആലോചിക്കുക. ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പം ഡിസ്ക്രിപ്റ്റീവ് ആലോചിക്കുക. ഇതാ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ ഈസി ടു അനലൈസ് ആണ്. ആൻസേഴ്സ് പ്രീ ഡിഫൈൻഡ് ആണ്. ഫാസ്റ്റർ ഫോർ റെസ്പോണ്ടൻസ്. റെസ്പോണ്ടൻസിന് ഫാസ്റ്ററായിട്ട് തന്നെ കൺസിസ്റ്റൻസി ഉണ്ടാവും. ക്ലിയർ ഇൻറ്റൻറ്റ്. ഐഡിയൽ ഫോർ ലാർജ് സ്കെയിൽസ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അല്ല ഒരുപാട് കാൻഡിഡേറ്റ്സ് എഴുതുന്ന ഒരു പരീക്ഷയാണ്. അപ്പം അതിനാദ്യം ഐഡിയൽ ഫോർ ലാർജ് സ്കെയിൽ, ഒരുപാട് കാൻഡിഡേറ്റ്സ് എഴുതുന്ന പരീക്ഷയാകുമ്പോഴത്തേക്കും എന്താണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് കുറച്ചുകൂടെ ഫീസിബിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബയോളജിക്കൽ മോട്ടീവ്. ഇത് വളരെ, എന്നാൽ ബയോളജിക്കൽ മോട്ടീവിനെ കുറിച്ച് ഏതെങ്കിലും യൂണിറ്റിൽ സ്പെസിഫിക് ആയിട്ട് പഠിക്കണുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല.
എന്നാൽ ഇത് നമുക്ക് എഴുതാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഈ ചോദ്യത്തിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം കാണാൻ പറ്റും. അത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം വേണം നമുക്ക് എടുക്കാനായിട്ട്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം എടുക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബയോളജിക്കൽ മോട്ടീവ്? ഒരു ബയോളജിക്കൽ മോട്ടീവ് എന്താണ്? ബയോളജിക്കൽ മോട്ടീവ്, ബയോളജി എന്താണ്? ഹ്യൂമൻ അല്ലേ? ഹ്യൂമനെ കുറിച്ചുള്ള പഠനം, മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് ബയോളജി. മോട്ടീവ്, അപ്പം അച്ചീവ്മെൻറ്റ് ബയോളജിക്കൽ മോട്ടീവാണോ? അച്ചീവ്മെൻറ്റ്. ഹങ്കർ വിശപ്പ്, പവർ അഫിലിയേഷൻ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു ഓഡ് വൺ ഔട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഓഡ് വൺ ആണ്. അച്ചീവ്മെൻറ്റും പവറും എല്ലാം ഒരേ ഒരു മോട്ടീവ് ആയിരിക്കും തരും. അച്ചീവ്മെൻറ്റ്, ഒരു കാര്യം അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു തരം മോട്ടീവ്, ഒരു ഉള്ളിലൊരു ഇത് ഉണ്ടാവും, ഒരു മോട്ടീവ് ഉണ്ടാവും. അതുപോലെ തന്നെ പവർ അറ്റൈൻ ചെയ്യുമ്പോഴും ഒരു മോട്ടീവ് ഉണ്ടാവും. അഫിലിയേഷൻ അതൊരു ഓപ്ഷനായിട്ട് അവിടെ കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് പല രീതിയിലും അഫിലിയേഷനെ നമുക്ക് കാണാൻ പറ്റും. അതിനകത്തൊരു നല്ലൊരു ബെസ്റ്റ് ഗസ് കൊടുക്കുകയാണെങ്കിൽ ഹങ്കറാണ് കൊടുക്കേണ്ടത്. ബയോളജിക്കൽ മോട്ടീവ്, ഹങ്കർ, വിശപ്പ് ഒരു ബയോളജിക്കൽ മോട്ടീവാണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഗസ്. അതിൻ്റെ ഉത്തരവും അത് തന്നെയാണ്. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പം ഞാനിത് പഠിച്ചിട്ടില്ല, എനിക്കിത് അറിയില്ല എന്നുള്ളൊരു സമീപനമാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കുത്തിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എത്തില്ല. പകരം യു ജസ്റ്റ് സിറ്റ് വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ ഫോർ 30 seconds. ആലോചിക്കുക, ഓപ്ഷൻസും ചോദ്യങ്ങളും എല്ലാം പരിശോധിച്ച് ഒരു ബെസ്റ്റ് ഗസ് കൊടുക്കാൻ പറ്റുക, ഒന്നും അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ പോലും. അപ്പോഴാണ് നമ്മുടെ സ്കോർ കൂടുന്നത്. ഓക്കെ, അത് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് PYQ ചെയ്ത് പഠിച്ച്, ഫാക്റ്റ് പഠിച്ച്, കോൺസെപ്റ്റ് പഠിച്ച്, PYQനെ പഠിച്ച്, ഓപ്ഷൻസിനെ പഠിച്ച്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ പഠിച്ച് വരുമ്പോഴാണ് നമ്മുടെ ചോദ്യങ്ങൾ ശരിയാവാൻ തുടങ്ങുന്നത്. സോ ഇത്രയാണ് ഈ ക്ലാസ്സിൽ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചോദ്യം മുതൽ പറയാം. താങ്ക് യു.